ഹലോ, ഇന്നൊരു സദ്യ വ്ളോഗാണ്. കഴിഞ്ഞ സൺഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്യ കഴിക്കാൻ തോന്നിയത്. സോ അങ്ങനെ നേരെ ഞങ്ങൾ കലവറയിൽ പോയിട്ട് പുളിയിഞ്ചിയും പാലട പായസവും വാങ്ങിയിട്ട് വന്നു. തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ അവിയലും സാമ്പാറും അതുപോലെ തന്നെ തോരനും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയുടെ അവിയൽ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണെങ്കിലും അവിയലിനോടൊരു സ്പെഷ്യൽ ഇഷ്ടമാണ്. നോർമലി എനിക്ക് അവിയലും പിന്നെ നമ്മുടെ സോയ കറിയില്ലേ, ഒരു കൂട്ടുകറി പോലെ ഉണ്ടാവത്തില്ല സദ്യയിൽ, ഇത് രണ്ടാണ് എനിക്ക് നോർമലി സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷസ്. പിന്നെ സാമ്പാർ ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറ്റർഡേ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ നാളെ ഒരു കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു എന്നാൽ കറികളൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ട, പായസവും ഇഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായേ. അതാണ് ഞങ്ങൾ അത് രണ്ടും കൂടി മേടിക്കാൻ പോയത്. ഞാൻ ഇത് കാഷ്വലി എടുത്തു പോയൊരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ കുക്കറിലൊക്കെ തന്നെ സാമ്പാർ കാണിച്ചത്, വേറെ ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള പാത്രത്തിലൊന്നും എടുത്ത് വെക്കാതെ. പിന്നെ നമുക്ക് തോരനായിട്ടുണ്ടായത് ഇടിയൻ ചക്ക തോരനാണ്. എല്ലാവരും ഇടിയൻ ചക്ക എന്നാണോ ഇതിന് പറയണതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് സദ്യ ആകുമ്പോഴത്തേക്ക് എന്തായാലും വാഴല വേണമല്ലോ. സോ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അങ്കിളുടെ പറമ്പിൽ പോയിട്ട് ഞാനും ചിക്കും കൂടിയാണ് പോയത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വീക്ക് മുന്നേ ഞാൻ പോയപ്പോഴത്തേക്ക് നല്ല കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ചിക്കു എൻ്റെ അമ്മാവൻ്റെ മോളാണ്. ചിക്കു ആണ് ഇലയൊക്കെ വെട്ടിയത്. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതാണ് ചിക്കു അപ്പം തന്നെ മുഖം കഴുകണത്. പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിലെല്ലാം എടുത്ത് വെച്ചു. നമ്മൾ മേടിച്ച പുളിയിഞ്ചിയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ എനിക്ക് വിളമ്പൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. നോർമൽ ഞാൻ പണ്ട് സാമ്പാറൊന്നും ഇങ്ങനെ കൂട്ടത്തില്ലായിരുന്നു, മീൻസ് കഷ്ണമൊന്നും കൂട്ടത്തില്ലായിരുന്നു. ഞാനിപ്പോൾ സദ്യക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വിളമ്പാൻ മന്നവരോട് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഇടണ്ട, ചാറ് മാത്രം മതിയെന്ന്. പിന്നെ ഇതാണ് സുബീഷേട്ടൻ, എൻ്റെ ഹസ്ബൻഡാണ്. ആക്ച്വലി ഇതൊരു സൺഡേ ആയിട്ടും നമുക്ക് സദ്യ ആവാൻ കാരണം ആളാണ്. ബിക്കോസ് ആളൊരു നൊയമ്പിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി എന്നാൽ സദ്യ ആക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നത്. ഇതെൻ്റെ അമ്മയാണ്. പിന്നെ ഇതെൻ്റെ ഒരു കസിനും അശ്വിൻ. ഇത് അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ വീഡിയോസിലൊക്കെ വന്നത്. ആക്ച്വലി ഈ വീഡിയോയിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അത് തന്നെ ഒരു 3.25 മിനിറ്റ് ഉണ്ട് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആട്ടോ. ഞാനതുകൊണ്ട് ഹൊറിസോണ്ടലും വേർട്ടിക്കലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. ഇതൊക്കെ കൂടി മെർജ് ചെയ്തിട്ടാണ് ഞാൻ എന്നെ കൂടുതൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും നിന്നില്ല. അടുത്ത വീഡിയോ വരുമ്പോൾ എന്തായാലും ഞാൻ എല്ലാം സെറ്റാക്കാവേ. മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അടിപൊളിയാക്കി ഇടാൻ ശ്രമിക്കാവേ. പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. അവിയലും തോരനും ഇഞ്ചിയും എല്ലാം കൂടി കൂട്ടി കഴിക്കുകയാണ്. അടിപൊളി സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല. മിനി സദ്യ ആയിരുന്നെങ്കിലും നല്ലതായിരുന്നു. പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം പായസം. നമ്മൾ എപ്പോഴും ഓണത്തിനും കാര്യങ്ങൾക്കൊക്കെ കലവറയിൽ നിന്ന് തന്നെയാണ് മേടിക്കണത്. സാധാരണ നല്ലതുമായിരിക്കും. ഇത് നല്ലതല്ലെന്നല്ല, പക്ഷേ നമുക്ക് ഒരു ഇച്ചിരി ഓവർ മധുരം പോലെ തോന്നിയായിരുന്നു. വേറെ കൺസിസ്റ്റൻസിയിലും വേറെ ടേസ്റ്റും ഒരു കുറവുമില്ല, പക്ഷേ മധുരം മാത്രം ഒരു ഇച്ചിരി ഓവറായിട്ട് ഫീൽ ചെയ്തായിരുന്നു. എല്ലാവർക്കും ഫീൽ ചെയ്തായിരുന്നു. മേ ബി അന്നത്തെ ആ ഒരു പ്രശ്നമായിരിക്കും. ഈ വീഡിയോ എടുക്കുന്നത് അശ്വിനാണ്. ഇവൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കണുണ്ട്. ഇവൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കളിയാക്കലാണ്. ഇത് അച്ഛനാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛന് ഇലയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും കഴിക്കുകയാണ്. അമ്മ കൂടെ ഇരിക്കുന്നുണ്ട്. സോ എല്ലാവരും കൂടി ഒരു ഹാപ്പി സൺഡേ ആയിരുന്നു.